മക്കളെ എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീട്ടിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ അതാ നമ്മുടെ പരീക്ഷകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവാം. അപ്പൊ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നില്ല. നമ്മൾ പരീക്ഷയോട് അടുപ്പിച്ചായിരിക്കും കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് മുന്നേ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ആവശ്യമുള്ളവർ എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൽ ഒരുപാട് മുന്നത്തെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മക്കൾ കാണാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഓരോ പാഠഭാഗത്തു നിന്നും കൂട്ടുകാർക്ക് എക്സാമിന് പ്രധാനമായിട്ടും പഠിക്കേണ്ട ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ച് പോവാണ് കേട്ടോ. അത്തരം ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കൂട്ടുകാരുടെ മറ്റ് വിഷയങ്ങളിൽ ഓരോ പാഠഭാഗത്തിനും കൂട്ടുകാർ പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകും കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പറയുന്നത് മലയാളമാണ് കേട്ടോ. മലയാളത്തിൽ ആദ്യത്തെ പാഠഭാഗങ്ങളിൽ നിന്ന് കൂട്ടുകാർക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറെ സാധ്യതയുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ടീച്ചർ എന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഇനി ഒട്ടും തന്നെ സമയം കളയാനൊന്നുമില്ല, നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഒന്ന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യ പാഠഭാഗങ്ങളിൽ നിന്ന് വരുന്ന, അതായത് എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ പട്ടണത്തിലെ കാഴ്ചകൾ ഏതൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻപുറത്തെ കാഴ്ചകൾ ഏതൊക്കെയാണ്. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, നമ്മൾ ഒരുപാട് എഴുതിയിട്ടുള്ളതാണ്. ചിലപ്പോൾ മക്കൾക്ക് എന്ത് ചെയ്യും, ആ കാഴ്ചകളൊക്കെ അവിടെ നമുക്കൊരു പട്ടികയിലാക്കി തന്നിട്ടുണ്ടായിരിക്കും. അതിലും പട്ടണത്തിലെ കാഴ്ചകൾ ഏതൊക്കെയാണ് തരംതിരിച്ച് എഴുതാൻ, അതുപോലെ തന്നെ നാട്ടിൻപുറത്തെ കാഴ്ചകൾ ഏതൊക്കെയാന്നുള്ളത് അതിനെടുത്ത് എഴുതാനായിരിക്കും ഉണ്ടായിരിക്കുക. ചിലപ്പോൾ മക്കൾ സ്വയം എഴുതേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലെ. നമ്മുടെ പട്ടണത്തിൽ കാണുന്ന കാഴ്ചകൾ ഏതൊക്കെയാണ്? നല്ല വീതിയേറിയ റോഡുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടായിരിക്കും, തിക്കും തിരക്കും നിറഞ്ഞ റോഡുകളായിരിക്കും അല്ലെ. ഇതൊക്കെയാണ് നമ്മുടെ പട്ടണത്തിൽ കാണുന്ന കാഴ്ചകൾ. നാട്ടിൻപുറത്ത് കാണുന്ന കാഴ്ചകളാണെങ്കിലോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. നല്ല വീതിയേറിയ റോഡുകൾ ഉണ്ടായിരിക്കോ? ഇല്ല അല്ലെ. വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിരിക്കോ? ഇല്ല അല്ലെ. അതുപോലെ തന്നെ നല്ല തിക്കും തിരക്കും നിറഞ്ഞ റോഡുകളായിരിക്കോ? അല്ല അല്ലെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പാടങ്ങളൊക്കെ കാണാനായിട്ട് പറ്റൂലേ. അപ്പൊ ഇതേ രീതിയിൽ പട്ടണത്തിലെ കാഴ്ചകളും നാട്ടിൻപുറത്തെ കാഴ്ചകൾ ഏതൊക്കെയാന്നുള്ളതൊക്കെ ഒന്ന് മക്കൾ എന്ത് ചെയ്യും, നന്നായിട്ട് വായിച്ചിട്ട് പോവുക. ഒന്ന് എഴുതി നോക്കിയിട്ട് കൂടി പോവുക കേട്ടോ. ചിലപ്പോൾ മക്കൾക്ക് സ്വയം എഴുതാനായിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ തന്നതിൽ നിന്ന് മക്കൾക്ക് തരം തിരിച്ച് പട്ടിക പൂർത്തീകരിക്കാനായിരിക്കും ഉണ്ടായിരിക്കുക. ഏത് രീതിയിൽ വന്നാലും മക്കൾക്ക് എന്ത് ചെയ്യണം, ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പം എന്താണ് പഠിക്കേണ്ടത്, പട്ടണത്തിലെ കാഴ്ചകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻപുറത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നത് മക്കൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചിലപ്പം നിറം നൽകാനുള്ള ഒരു പ്രവർത്തനം വരും. അത് മിക്കപ്പോഴും നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് തന്നെ നമുക്ക് കൊടുക്കും. ചിലപ്പം എന്ത് ചെയ്യും, അതുപോലെ നാട്ടുപ്രദേശത്തിന്റെ ഒരു ചിത്രമായിരിക്കും നമുക്ക് തരേണ്ടായിരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു നിറം നൽകാനായിട്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന കാര്യമാണല്ലോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതനുസരിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ മക്കൾ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് കളികളെ കുറിച്ച് പഠിച്ചു അല്ലെ. ഒരുപാട് കളികൾ മക്കൾ കളിക്കാറുണ്ട്, ഒരുപാട് കളികളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിൽ ഏതൊക്കെ കളികളാണ് ഉപകരണങ്ങൾ വേണ്ട കളി, ഉപകരണങ്ങൾ വേണ്ട, അതായത് ഉപകരണങ്ങൾ ഇല്ലാതെ കളിക്കുന്ന കളികൾ ഏതാ എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്കൊരു ചോദ്യം വരും. അതായത് മക്കൾക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരുപാട് കളികളുടെ പേരുകൾ അവിടെ കൊടുക്കും. എന്നിട്ട് അതിൽ ഉപകരണങ്ങൾ വേണ്ട കളികൾ മാത്രം കണ്ടെത്തിയിട്ട് അവയുടെ പേര് മാറ്റി പട്ടികപ്പെടുത്താനോ, അല്ലെങ്കിൽ അവയുടെ പേരുകൾ കണ്ടെത്തി അതിന് ചുറ്റും സർക്കിൾ ചെയ്യാനോ വൃത്തം വരയ്ക്കാനോ, അങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ മക്കൾക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാം കേട്ടോ. ഇവിടെ നോക്കിക്കേ മക്കളെ, ടീച്ചർ ഇവിടെ കുറച്ച് കളികളുടെ പേരുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ മിക്ക കളികളും കൂട്ടുകാർ കളിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതായിരിക്കും, കേട്ടിട്ടുള്ളതായിരിക്കും. അപ്പം ഇതിൽ ഏതൊക്കെ കളികളാണ് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കളിക്കുന്ന കളി, അതായത് ഉപകരണങ്ങൾ വേണ്ട കളികൾ ഏതാന്ന് കണ്ടെത്തിയിട്ട് ആ കളികളെ വട്ടത്തിനുള്ളിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, കളികളുടെ പേരുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നോക്കിക്കേ, ഹോക്കി, ഫുട്ബോള്, ഓടിത്തല്ല്, സാറ്റ്, ക്രിക്കറ്റ്, കുളങ്കര, ചെസ്. അപ്പൊ ഇത്രയും കളിയുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ പലതും കൂട്ടുകാർ കളിച്ചിട്ടുള്ളതാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെ കളികൾക്കാണ് ഇതിൽ ഉപകരണങ്ങൾ ആവശ്യമുള്ളത്? ഹോക്കിക്ക് ഉപകരണങ്ങൾ ആവശ്യമാണ് അല്ലെ. അടുത്തത് ഓടിത്തല്ലിന് ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. സാറ്റ് നമ്മളൊക്കെ കളിക്കുന്ന കളിയാണ്, ഉപകരണം ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. അടുത്തത് ഫുട്ബോൾ കളിക്കുമ്പോൾ ആവശ്യമുണ്ടോ? ഉണ്ട് അല്ലെ. നമ്മൾ ഫുട്ബോൾ വെച്ചിട്ടാണ് നമ്മൾ കളിക്കുക, അപ്പൊ അതിന് ആവശ്യമുണ്ട്. അടുത്തത് ക്രിക്കറ്റിന് എന്താ ആവശ്യമുണ്ട്? ഉപകരണങ്ങൾ ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ അതിനെ നമുക്ക് വട്ടത്തിനുള്ളിലാക്കാം. പിന്നെ കുളംകര ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ, ഉപകരണത്തിന്റെ ആവശ്യമൊന്നുമില്ല.
അടുത്തത് സോറി ഉപകരണത്തിന് ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട, പടത്തിനുള്ളിലാക്കണോ? വേണ്ട അല്ലെ. അടുത്ത നോക്കിക്കേ, ഏതാണ്? ചെസ്. ചെസ്സിന്റെ ഉപകരണത്തിന് ആവശ്യം വേണോ? വേണോ അല്ലെ. അതിന്റെ കരുക്കളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ചെസ്. അപ്പം ഏതൊക്കെയാണ്? ഹോക്കി, ഫുട്ബോള്, ക്രിക്കറ്റ്, ചെസ്. ഇത്രയും കളികൾക്ക് എന്ത് ആവശ്യമുണ്ട്? ഉപകരണങ്ങൾ ആവശ്യമുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ഉപകരണങ്ങൾ ആവശ്യമുള്ള കളികളുടെ പേരും ആവശ്യമില്ലാത്ത കളികളുടെ പേരുകളൊക്കെ ഒന്ന് മക്കള് നോക്കി വെച്ചിട്ട് പോവാ. ഇതേ രീതിയിൽ നമുക്ക് പട്ടികപ്പെടുത്താനായിട്ടുണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് പേരുകൾ തന്നിട്ടുണ്ട് അല്ലെ. ചിലപ്പോൾ നമുക്ക് പേരുകൾ തരില്ല. മക്കൾ സ്വയം എന്ത് ചെയ്യേണ്ടി വരും? അവയെ പട്ടികപ്പെടുത്തി എഴുതേണ്ടി വരും. അപ്പൊ ചില കളികളുടെ പേരുകളൊക്കെ മക്കൾ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിട്ട് പോവാ. പിന്നെ അതുപോലെ തന്നെ ഇരുന്ന് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, മക്കൾക്ക് ഇഷ്ടപ്പെട്ട കളികളുടെ പേരുകൾ ലിസ്റ്റ് ചെയ്യാനായിട്ട് ചോദിക്കാം. അപ്പൊ അതും എന്ത് ചെയ്യാം? ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വിവിധ തൊഴിലുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരുപാട് ജോലികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ജോലികളുടെ പേരുകളൊക്കെ ഒന്ന് മക്കൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. നോക്കിക്കേ, ഇതേ രീതി നമുക്ക് ചിലപ്പോൾ ഒരു പദസൂര്യനൊക്കെ ആയിട്ട് തരാം. അതായത് ഇവിടെ നമുക്ക് എന്തെന്ന് തന്നിട്ടുണ്ട്? തൊഴിലുകൾ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന് ചുറ്റും മക്കൾക്ക് അറിയാവുന്ന ജോലികളുടെ പേരുകൾ ലിസ്റ്റ് ചെയ്യാനായിട്ട് പറയും. ഏതൊക്കെ ജോലികൾ അറിയാം? ഒന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. എന്ത്? വയറിംഗ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം കൃഷിപ്പണി ഉണ്ട് അല്ലെ. കൃഷിപ്പണിയുണ്ട്. പിന്നെയോ? പിന്നെ എന്തുണ്ട്? തയ്യലുണ്ട് അല്ലെ. പിന്നെയോ? ഡ്രൈവർ ഉണ്ട്. അതുപോലെ തന്നെ പോലീസ്. പിന്നെയോ? മരപ്പണി. ഇങ്ങനെ ഒരുപാട് തൊഴിലുകളുണ്ട് അല്ലെ. അപ്പൊ ആ തൊഴിലുകളുടെ പേരുകളൊക്കെ ഒന്ന് മക്കൾ പഠിച്ചിരിക്കാം. ഇതേ രീതിയിൽ നമുക്ക് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത്, പൊതു സ്ഥാപനങ്ങള്, പൊതു ഇടങ്ങള്, അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് പട്ടികപ്പെടുത്താനാണ് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഏതൊക്കെയാണ് പൊതുസ്ഥാപനങ്ങള്? കുറച്ച് പൊതുസ്ഥാപനങ്ങളുടെ പേരുകളൊന്ന് മക്കൾ വെച്ചിട്ട് പറഞ്ഞു നോക്കിക്കേ. ആശുപത്രി എന്താണ്? ഒരു പൊതുസ്ഥാപനമാണല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും പഠിക്കുന്ന നമ്മുടെ സ്കൂള് എന്താണ്? ഒരു പൊതുസ്ഥാപനമാണ്. പിന്നെ പോലീസ് സ്റ്റേഷൻ എന്താണ്? ഒരു പൊതുസ്ഥാപനമാണ് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? പൊതുസ്ഥാപനം എന്ന് പറയുന്നത്. ബാങ്ക് ഒക്കെ മക്കൾക്ക് എന്ത് ചെയ്യാം? അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. പിന്നെ ഉള്ളത് പൊതു ഇടങ്ങൾ. ഏതൊക്കെയാണ് പൊതു ഇടങ്ങള്? ചന്ത പൊതു ഇടങ്ങളാണല്ലോ. പൊതു ഇടത്തിൽ പെടുന്നതാണല്ലേ ചന്ത. അതുപോലെ തന്നെ മൈതാനം, പിന്നെ പാർക്ക്, അതുപോലെ തന്നെ നമ്മുടെ കടൽ തീരല്ലേ, നമ്മൾ ബീച്ച് എന്നൊക്കെ പറയാം. അതൊക്കെ എന്താണ്? പൊതു ഇടങ്ങളാണ് അല്ലെ. അപ്പൊ പൊതു സ്ഥാപനങ്ങളുടെ പേരും പൊതു ഇടങ്ങളുടെ പേരുകളൊക്കെ എന്ത് ചെയ്യാം? മക്കളൊന്ന് ഓർത്ത് വെക്കുക. അത് നന്നായിട്ട് എഴുതി പഠിക്കാനെന്ന് നോക്കുക കേട്ടോ. അത് നമുക്ക് പട്ടികപ്പെടുത്താനായിട്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് മുന്നേക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് മക്കള് മലയാളത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. ഇനിയും എന്തൊക്കെയാണ് മലയാളത്തിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ ടീച്ചർ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്യുക? ആദ്യം ഒന്ന് നന്നായിട്ട് പഠിച്ചിരിക്കുക. എന്തായാലും നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ആദ്യം നമ്മൾ എന്താണ് പറഞ്ഞത്? പട്ടണത്തിലെ കാഴ്ചകളും അതുപോലെ തന്നെ നാട്ടിൻപുറത്തെ കാഴ്ചകളും പഠിക്കാൻ പറഞ്ഞു. പിന്നെ വിവിധ കളികളുടെ പേരുകൾ, ഉപകരണങ്ങൾ വേണ്ട കളികൾ, ഉപകരണങ്ങൾ ആവശ്യമില്ലാത്ത കളികൾ എന്നൊക്കെ പഠിക്കാനായിട്ട് പറഞ്ഞു. പിന്നെ വിവിധ തരം തൊഴിലുകൾ പറഞ്ഞു. പിന്നെ നമ്മൾ അവസാനമായിട്ട് എന്ത് പറഞ്ഞു? പൊതുസ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നും പൊതു ഇടങ്ങൾ ഏതൊക്കെയാണെന്നും അവയുടെ പേരുകളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മക്കൾ ആദ്യ ഭാഗത്തിൽ നിന്ന് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം. പിന്നെ ഇതുപോലെ തന്നെ 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ കൂട്ടുകാർക്കും എക്സാമിന് യൂസ്ഫുൾ ആവുന്ന ഓരോ പാഠഭാഗത്തിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിലോട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങളുടെ മറ്റു കൂട്ടുകാരുടെ കൂടി ആ വിവരങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുക കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.